സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞ് പോസ്റ്റുകൾ ഇട്ട് ഭീഷണിയും വെല്ലുവിളിയുമായി നടക്കുന്ന ക്രിമിനൽ അർജുൻ ആയങ്കിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. ഇതെന്തൊരു സംസ്കാരമാണ്, അല്ലെങ്കിൽ ഇതെന്തൊരു രീതിയാണ്, സാമൂഹ്യ നീതിയാണ് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചു പോവുകയാണ്. രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ കേസിൽ 5 പേരാണ് മരിച്ചത്. ഈ കേസിലെ പ്രധാന പ്രതിയാണ് ഈ അർജുൻ ആയങ്കി. ഇയാളെ പിന്തുണച്ചുകൊണ്ട് ആകാശ് തില്ലങ്കേരി എന്ന മറ്റൊരു വ്യക്തി എത്തുന്നു. ഒപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തകനായ ഒരു വ്യക്തിയും എത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് സനൽകുമാർ ശശിധരൻ എന്നാണ്. ഇദ്ദേഹം നിരവധി സിനിമകളൊക്കെ സംവിധാനം ചെയ്ത വ്യക്തിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ അർജുൻ ആയങ്കിയെ അന്ധമായി പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ ചേതോ വികാരം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു ജനകീയ മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമ്മളത് ചോദിച്ചു പോവുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സനൽകുമാർ ശശിധരൻ ഇപ്പോൾ അർജുൻ ആയങ്കിയെ പിന്തുണച്ചിരിക്കുന്നത്. അർജുൻ ആയങ്കിക്കെതിരെ ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നു. തനിക്ക് അയാളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു, മനുഷ്യൻ എത്ര നിസ്സഹായനായ ജീവിയാണെന്നും സനൽകുമാർ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. ഇതിന് മറുപടിയുമായി അർജുൻ രംഗത്ത് വരുന്നു. ഒരു ഹാർട്ട് ഇമോജി ഇട്ടുകൊണ്ടാണ് അർജുൻ ആയങ്കി ഈ സനൽകുമാർ ശശിധരൻ്റെ ഈ പിന്തുണയോട് പ്രതികരിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ അയാൾക്കൊരു അവസരം കൊടുക്കണം. എല്ലാ മനുഷ്യർക്കും ചീത്തയാവാനും നല്ലതാവാനും കഴിയും. സമൂഹം, സാഹചര്യം, ഭരണകൂടം എന്ന ഭീകരയന്ത്ര ജീവിയുടെ അലർച്ച അയാളെ പിടിക്കാൻ, വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തു അത്രേ. ശരിക്കും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത് കേട്ട് ആഘോഷിക്കാൻ ചിലർ ലജ്ജ തോന്നുന്നു. നാളെ പുലരുമ്പോൾ അയാൾ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്ത വന്നാൽ പോലും ആർപ്പ് വിളിക്കാനും ആള് കാണും. അർജുൻ, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എന്തൊക്കെ കുറ്റം ചെയ്തു എന്നും അറിയില്ല, പിന്നെന്തിനാണ് താങ്കൾ പ്രതികരിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. അർജുൻ ആയങ്കി എന്ന ചെറുപ്പക്കാരൻ പറയുന്നത് കേൾക്കണം. അയാൾ പറയുന്നു, ചെയ്തതും ചെയ്യാത്തതുമായ നിരവധി കേസുകളിൽപ്പെട്ട് ജീവിതം താറുമാറായി. മകൻ ഉണ്ടായ ശേഷം കേസുകളിൽ ഒന്നും പോയി ചാടരുത് എന്നാഗ്രഹിച്ചു. എനിക്ക് അയാളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നു, മനുഷ്യൻ എത്ര നിസ്സഹായനായ ജീവിയാണ് എന്ന് സനൽകുമാർ ശശിധരൻ കുറിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ അയാൾക്കൊരു അവസരം കൊടുക്കണം. എല്ലാ മനുഷ്യർക്കും ചീത്തയാവാനും നല്ലതാവാനും കഴിയും. സമൂഹം, സാഹചര്യം, ഭരണകൂടം എന്ന ഭീകരേന്ദ്ര ജീവിയുടെ അലർച്ച അയാളെ പിടിക്കാൻ, വെടിവെക്കാൻ ഉത്തരവ് കൊടുത്തു അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റ് അദ്ദേഹം ചെയ്തിരിക്കുന്നു. അഴീക്കോട് കപ്പക്കടവ് സ്വദേശിയായ അർജുൻ ആയങ്കി DYFI യൂണിറ്റ് സെക്രട്ടറി ആയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് CPM സൈബർ പോരാളിയായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടു. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കപ്പുറം വലിയൊരു കുറ്റകൃത്യ ശൃംഖലയുടെ സൂത്രധാരനായിട്ടാണ് ഇയാൾ പിന്നീട് പുറം ലോകത്തിന് മുന്നിൽ എത്തിയത്. ഇത്തരത്തിൽ ഒരു ക്രിമിനലിനെ അന്വേഷിച്ച് പോലീസ് പരക്കം പായുമ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിക്ക് ഇത്തരത്തിൽ ധാർമ്മികവും മാനസികവുമായ പിന്തുണ കൊടുക്കാൻ സാംസ്കാരിക പ്രവർത്തകർക്കുൾപ്പെടെ കഴിയുന്നു എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ആ ഒരു ചിന്തയുടെ അപജയമാണ്, നമ്മുടെ വികാരങ്ങളുടെ അപജയമാണ്. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത്തരത്തിൽ പോലീസിനെ, പോലീസ് സംവിധാനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നത് സ്റ്റേറ്റിൻ്റെ ചുമതലയാണ്. ആഭ്യന്തരമന്ത്രിയും പോലീസും അതാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അയാൾക്ക് നിരവധി പേർ പല രീതിയിൽ DYFI പ്രവർത്തകരും അല്ലാത്തവരും CPM നേതാക്കളും അടക്കം പലരും ഇയാൾക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് എന്ന വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇയാൾക്ക് ഒളിവ് ജീവിതത്തിനുള്ള സൗകര്യങ്ങൾ പലരും ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതായുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലാണോ കേരളം ചിന്തിക്കേണ്ടത്? ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പിടികൂടി അവരെ ജയിലിലടയ്ക്കാനുള്ള നിയമവും മറ്റ് സംവിധാനങ്ങളും ഉള്ള നാട്ടിൽ ഇത്തരത്തിൽ ചിന്തിക്കുന്നത്, ഇത്തരത്തിൽ പിന്തുണ കൊടുക്കുന്നത് സാംസ്കാരിക കേരളത്തിന് തന്നെ മാനക്കേടാണ് എന്ന് പറയാതെ വയ്യ.